بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKSSF വളാഞ്ചേരി മേഖല 2022-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവനാണ് സർവസ്തുതിയും. അവൻ്റെ കൃപാകടാക്ഷം പരിശുദ്ധ റസൂലിലും അവിടുത്തെ കുടുംബത്തിലും അനുചരന്മാരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ. SKSSF വളാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ വാർഷിക കൗൺസിൽ മീറ്റ് 20/1/22 പൈങ്കണ്ണൂർ ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്നു. ബീരാൻകുട്ടി അൻവരിയുടെ അധ്യക്ഷതയിൽ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ദുൾ റഷീദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജനറൽ സെക്രട്ടറി അലി റഹ്മാനി വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസർ 2022-24 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി രൂപീകരണത്തിന് നേതൃത്വം നൽകി. നിരവധി സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയും സാക്ഷി നിർത്തി പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. ഭാരവാഹികൾ: പ്രസിഡന്റ് മുബഷിർ ഫൈസി മാവണ്ടിയൂർ, വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി ചക്കുംപടി, ജനറൽ സെക്രട്ടറി അസീസ് പുറമണ്ണൂർ, വർക്കിംഗ് സെക്രട്ടറി റിയാസ് പൂക്കാട്ടിരി, ട്രഷറർ മുസ്തഫ പൈങ്കണ്ണൂർ. സബ് വിങ്ങുകളുടെ ഭാരവാഹികളായി ഇബാദ് സെക്രട്ടറി റസാഖ് ബാക്കവി പുറമണ്ണൂർ, ട്രെൻഡ് സെക്രട്ടറി നൌഫൽ പൂക്കാട്ടിരി, വിക്കായ സെക്രട്ടറി ഷൗക്കത്ത് അധികാരിപ്പടി, സഹചാരി സെക്രട്ടറി ഷിഹാബ് കരിങ്കല്ലത്താണി, സർഗലയം സെക്രട്ടറി റസാഖ് ഫൈസി പേരശന്നൂർ, ക്യാമ്പസ് വിംഗ് സെക്രട്ടറി മിഥിലാജ് മൂന്നാക്കൽ, തൊലബ വിംഗ് സെക്രട്ടറി അമീർ അലി ഹുദവി എന്നിവരെയും എക്സിക്യൂട്ടീവ് മെമ്പർമാരായി അലി റഹ്മാനി കരേക്കാട്, ബീരാൻകുട്ടി അൻവരി പൈങ്കണ്ണൂർ, സുബൈർ ഫൈസി മാവണ്ടിയൂർ, സുബ്ഹാൻ ഫൈസി വളാഞ്ചേരി, ജബ്ബാർ പൂക്കാട്ടിരി, ഉബൈദുല്ലാ ദാരിമി കൊടുമുടി, സയ്യിദലവി പൈങ്കണ്ണൂർ, റഫീഖ് വൈക്കത്തൂർ, ഫാറൂഖ് വാഫി അത്തിപ്പറ്റ എന്നിവരെയും ജില്ലാ കൗൺസിലർമാരായി അനീസ് ഫൈസി മാവണ്ടിയൂർ, സുബൈർ ഫൈസി മാവണ്ടിയൂർ, അലി റഹ്മാനി കരേക്കാട്, ജബ്ബാർ പൂക്കാട്ടിരി, മുസ്തഫ പൈങ്കണ്ണൂർ, റിയാസ് പൂക്കാട്ടിരി, അഷ്കർ കരേക്കാട്, ഇബ്രാഹിം ഫൈസി ചക്കുംപടി, റഫീഖ് വൈക്കത്തൂർ, ഉബൈദുല്ലാ ദാരിമി കൊടുമുടി, സമദ് പുറമണ്ണൂർ, കരീം വെണ്ടല്ലൂർ, സയ്യിദലവി പൈങ്കണ്ണൂർ, റസാഖ് ഫൈസി, നൌഷാദ് വളാഞ്ചേരി, ഷൗക്കത്ത് അധികാരിപ്പടി, അജ്മൽ മൂടാൽ, സുബ്ഹാൻ ഫൈസി, ഹക്കീം വാഫി, ഷിഹാബ് വൈക്കത്തൂർ, റസാഖ് ബാക്കവി, ദിൽഷാദ് PK മൂന്നാക്കൽ എന്നിവരെയും തിരഞ്ഞെടുത്തു. സിയാറത്ത്. അനുഗ്രഹം തേടി മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ പ്രസിഡന്റ് മർഹൂം അസ്ഹരി തങ്ങൾ മക്കാം, മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് മക്കാം എന്നിവിടങ്ങളിൽ കമ്മിറ്റി സിയാറത്ത് ചെയ്തുകൊണ്ടാണ് പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. റിപ്പബ്ലിക് ദിന സംഗമം. ലോകമെമ്പാടും ഭീതി പടർത്തിയ കൊറോണ കാലത്തും സാധ്യമായ വിധത്തിലെല്ലാം സംഘടന പ്രവർത്തനവുമായി മുന്നോട്ടു പോയി. ജില്ലാടിസ്ഥാനത്തിൽ മനുഷ്യജാലിക വ്യാപകമായി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലും റിപ്പബ്ലിക് ദിനം മനോഹരമായി മേഖലയിൽ സംഘടിപ്പിച്ചു. വലിയകുന്ന് സമസ്ത കാര്യാലയത്തിൽ 2022 റിപ്പബ്ലിക് ദിന സംഗമം SYS കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു. ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് മാൻപ് മാസ്റ്റർ ഉദ്ഘാടനവും ഷുഐബ് വാഫി മങ്കേരി പ്രമേയ പ്രഭാഷണവും നടത്തി. മുലാഖാത്ത് ക്ലസ്റ്റർ തല സംഗമം. പുതിയ യൂണിറ്റ് ഭാരവാഹികളെ നേരിട്ട് കാണുവാനും സംവദിക്കുവാനും വേണ്ടി 5 ക്ലസ്റ്ററുകളിൽ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം ക്ലസ്റ്ററിൽ എടച്ചലം യൂണിറ്റിൽ വെച്ച് മേഖലാ തല ഉദ്ഘാടനവും നടന്നു. മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം. രാജിയാകാത്ത ആത്മാഭിമാനം എന്ന തലക്കെട്ടിൽ 2022-24 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പിന്റെ വിതരണോദ്ഘാടനം ഫെബ്രുവരി 10 വലിയകുന്ന് സമസ്ത കാര്യാലയത്തിൽ വെച്ച് നടന്നു. വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി റഹ്മാനി കരേക്കാട് നേതൃത്വം നൽകി. SKSSF സ്ഥാപക ദിനം. സംഘടനയുടെ 2022 സ്ഥാപക ദിനം അത്തിപ്പറ്റ ഫത്ഹുൽ ഫത്താഹിൽ വെച്ച് പ്രിൻസിപ്പൽ നൂറുദ്ദീൻ ഹുദവി പതാക ഉയർത്തിയും 2023 വളാഞ്ചേരി മർക്കസുൽ ഉലമ ദർസ് ക്യാമ്പസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനീസ് ഫൈസി പതാക ഉയർത്തിയും നിർവഹിച്ചു. സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സിയാറത്തും സ്ഥാപക ദിന സന്ദേശ പ്രഭാഷണവും നടന്നു. SKSSF സ്ഥാപക ദിന കിസ് ആൻഡ് സ്റ്റാറ്റസ് മത്സരം.
സംഘടനയുടെ 2022 സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മേഖല സർഗലയ സമിതിക്ക് കീഴിൽ സ്ഥാപക ദിന കിസ് കോമ്പറ്റീഷൻ മത്സരവും സ്റ്റാറ്റസ് വീഡിയോ മത്സരവും നടത്തി. മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് സംഘടന പ്രത്യേക ഉപഹാരം നൽകി. ഷഹ്റുള്ള സ്മൃതി സംഗമം. ആത്മീയ സമുദ്ധാരണം ലക്ഷ്യമാക്കി വിശുദ്ധ റജബ് മാസത്തിൽ യൂണിറ്റ് തലങ്ങളിൽ ഷഹ്റുള്ള സ്മൃതി സംഗമങ്ങൾ സംഘടിപ്പിച്ചു. മേഖലാതല ഉദ്ഘാടനം പുറമണ്ണൂർ യൂണിറ്റിൽ വെച്ച് നടന്നു. മഹാനായ ഷംസുൽ ഉലമ രചിച്ച അജ്മീർ മൗലിദും റജബിൽ വഫാത്തായ മഹത്തുക്കളെ അനുസ്മരണവും നടന്നു. ഇബാദ് സെക്രട്ടറി റസാഖ് ബാക്കവി ഉദ്ഘാടനവും MK ആദവനാട് പ്രഭാഷണവും നിർവഹിച്ചു. മിഷൻ A+. വളാഞ്ചേരി മേഖലാ കമ്മിറ്റിയും മണ്ണത്ത് പറമ്പ് യൂണിറ്റും സംയുക്തമായി SSLC +1, +2 വിദ്യാർത്ഥികൾക്കായി മിഷൻ A+ ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. മേഖലാ ട്രെൻഡ് സെക്രട്ടറി നൗഫൽ പൂക്കാട്ടിരി ഉദ്ഘാടനം നിർവഹിച്ചു. ഭയരഹിതമായി പരീക്ഷ നേരിടാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന മനോഹരവും പ്രൗഢവുമായിരുന്നു ക്യാമ്പ്. ടേക്ക് ഓഫ് വിങ് സംഗമം. ചിറക് വിടർത്താം പറന്നുയരാം എന്ന പ്രമേയത്തിൽ സബ് വിങ്ങുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ടേക്ക് ഓഫ് സംഗമങ്ങൾ 2 വർഷങ്ങളിലായി ഫത്തുഹുൽ ഫത്താഹിൽ വെച്ച് നടന്നു. അനീസ് ഫൈസി മാവണ്ടിയൂർ ഉദ്ഘാടനവും ജില്ലാ വർക്കിംഗ് സെക്രട്ടറി റഹൂഫ് മാസ്റ്റർ വിഷയാവതരണവും നടത്തി. മനസ്സൊരുക്കം. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് ഒരുങ്ങിത്തയ്യാറാവാൻ യൂണിറ്റ് തലങ്ങളിൽ മെമ്പർഷിപ്പ് എടുത്ത മുഴുവൻ പ്രവർത്തകരെയും ഒരുമിച്ച് കൂട്ടി സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു മനസ്സൊരുക്കം. മേഖലാ തല ഉദ്ഘാടനം 2022 മാർച്ച് 11 പൂക്കാട്ടിരി സഹചാരി സെന്ററിൽ വെച്ച് നടന്നു. പ്രമുഖർ സംബന്ധിച്ചു. കുളം ശുചീകരണം. മേഖലാ വിക്കായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാട്ടിപ്പരുത്തി കറ്റട്ടിക്കുളം ശുചീകരണം നടന്നു. 1ാം ഘട്ട ശുചീകരണത്തിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ CM റിയാസ് നിർവഹിച്ചു. വിക്കായ സംസ്ഥാന സമിതി അംഗം ജബ്ബാർ പൂക്കാട്ടിരി, മേഖലാ ഭാരവാഹികളായ മുബശ്ശിർ ഫൈസി, അസീസ് പുറമണ്ണൂർ, മുസ്തഫ പൈങ്കണ്ണൂർ, വിക്കായ പ്രവർത്തകരായ ഷൗക്കത്ത് അധികാരിപ്പടി, സൈദലവി പൈങ്കണ്ണൂർ, ഫിറോസ് പൈങ്കണ്ണൂർ, നൌഷാദ് വളാഞ്ചേരി, സിദ്ദീഖ് മുസ്ലിയാർ കാട്ടിപ്പരുത്തി, ആഷിഖ് ഫൈസി പൂക്കാട്ടിരി, സമദ് പുറമണ്ണൂർ, ഇബ്രാഹിം പുറമണ്ണൂർ, കുഞ്ഞി മുഹമ്മദ് കൊടുമുടി കാട്ടിപ്പരുത്തി യൂണിറ്റ് പ്രവർത്തകരും പങ്കെടുത്തു. പറവകൾക്കൊരു നീർക്കുടം. വിക്കായ സമിതിക്ക് കീഴിൽ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം പറവകൾക്കൊരു നീർക്കുടം യൂണിറ്റ് തലങ്ങളിൽ സംഘടിപ്പിച്ചു. 2022 മേഖലാതല ഉദ്ഘാടനം കാട്ടിപ്പരുത്തിയിൽ വെച്ച് വിക്കായ സംസ്ഥാന സമിതി അംഗം ജബ്ബാർ പൂക്കാട്ടിരിയും 2023 മാവണ്ടിയൂർ യൂണിറ്റിൽ വെച്ച് SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനീസ് ഫൈസി മാവണ്ടിയൂരും നിർവഹിച്ചു. പറവകൾക്കൊരു നീർക്കുടം ഒരുക്കി മുഴുവൻ യൂണിറ്റുകളും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നനച്ചുളി. സത്യം, സമർപ്പണം, സാക്ഷാത്കാരം എന്ന പ്രമേയത്തിൽ റമദാൻ മുന്നൊരുക്ക ക്യാമ്പയിൻ ബാവപ്പടി യൂണിറ്റിൽ വെച്ച് നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ പ്രസിഡന്റ് മർഹൂം അസ്ഹരി തങ്ങളുടെ സിയാറത്തോടുകൂടി ക്യാമ്പയിന് തുടക്കം കുറിച്ചു. അനീസ് ഫൈസി ഉദ്ഘാടനവും റസാഖ് ബാക്കവി പുറമണ്ണൂർ പ്രഭാഷണവും നിർവഹിച്ചു. അലി റഹ്മാനി കരേക്കാട്, ഷിഹാബ് കരിങ്കല്ലത്താണി, റിയാസ് പൂക്കാട്ടിരി എന്നിവരും സംസാരിച്ചു. ഇലൽ ഖുലൂബ്. ഉമ്മമാർക്കൊരു സ്നേഹ സമ്മാനം. മേഖലയിലെ മുഴുവൻ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ ഉമ്മമാർക്ക് റമദാൻ സ്നേഹ സമ്മാനമായി നിസ്കാര കുപ്പായം നൽകി. 100-ൽ പരം നിസ്കാര കുപ്പായം വിതരണം ചെയ്ത സംഗമത്തിൽ മുഴുവൻ ക്ലസ്റ്റർ ഭാരവാഹികളും യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. സ്നേഹ സമ്മാനം വിതരണം ചെയ്യാൻ സഹായിച്ച മുഴുവൻ സഹകാരികൾക്കും നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണം. സമസ്ത ഉപാധ്യക്ഷനും മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നായകനുമായിരുന്ന മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും പ്രാർത്ഥനാ സംഗമവും 2022 മാർച്ച് 19 പൂക്കാട്ടിരിയിൽ വെച്ച് സംഘടിപ്പിച്ചു. SKSSF വെസ്റ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുബൈർ ഫൈസി മാവണ്ടിയൂർ ഉദ്ഘാടനവും സംസ്ഥാന കമ്മിറ്റി അംഗം അനീസ് ഫൈസി മാവണ്ടിയൂർ അനുസ്മരണ പ്രഭാഷണവും നടത്തി. സഹചാരി ഫണ്ട് സമാഹരണം.
കരുണയുടെ നോട്ടം, കനിവിൻ്റെ സന്ദേശം, ആതുര സേവനത്തിന് സഹചാരി ഫണ്ട് ശേഖരണം 2022 2023 വിജയകരമായി നടത്താൻ സാധിച്ചു. 2022 ഫണ്ട് ശേഖരണ ഉദ്ഘാടനം SYS എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റയും 2023 ഫണ്ട് ശേഖരണോദ്ഘാടനം SYS കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റയും നിർവഹിച്ചു. യൂണിറ്റുകളുടെ സഹകരണത്തോടെ 2 വർഷങ്ങളിലായി 9 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കാൻ സാധിച്ചു. റമദാൻ പ്രഭാഷണം. SKSSF വളാഞ്ചേരി മേഖലാ കമ്മിറ്റി നടത്തുന്ന റമദാൻ പ്രഭാഷണം 2022 ഏപ്രിൽ 16-17 ദിവസങ്ങളിൽ CK പാറ ഇസുദ്ദീൻ ഹയർ സെക്കൻഡറി മദ്രസയിലും 2023 ഏപ്രിൽ 2 ചേനാടൻ കുളമ്പ് മദ്രസയിലും നടന്നു. ഉസ്താദ് സാലിം ഫൈസി കൊളത്തൂർ, ജലീൽ റഹ്മാനി വാണിയന്നൂർ, അബൂബക്കർ ഹുദവി മുണ്ടമ്പറമ്പ് തുടങ്ങിയ പ്രഗത്ഭ പ്രഭാഷകർ റമദാൻ പ്രഭാഷണം നിർവഹിച്ചു. മജ്ലിസുന്നൂർ പ്രാർത്ഥന സദസ്സിന് SKSSF വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുർ റഷീദ് ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. നിരവധി സാദാത്യങ്ങളും പണ്ഡിതന്മാരും പങ്കെടുത്തു. തൊലബ തർബിയ. മതവിദ്യ നാളേക്ക് നന്മക്ക് എന്ന പ്രമേയത്തിൽ മേഖല തൊലബ സമിതിക്ക് കീഴിൽ മതവിദ്യാഭ്യാസ ക്യാമ്പയിൻ ആചരിച്ചു. ക്യാമ്പയിനിന്റെ ഭാഗമായി 2022 ഏപ്രിൽ 16 CK പാറ ഇസുദ്ദീൻ മദ്രസയിൽ വെച്ച് മതവിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഉദ്ബോധന ക്ലാസ് സംഘടിപ്പിച്ചു. CK പാറ മഹല്ല് ഖതീബ് ഹാഫിൾ അമീർ നിസാമി വിഷയാവതരണം നടത്തി. ഓത്തുപള്ളി ഖുർആൻ പാരായണ മത്സരം. മലപ്പുറം വെസ്റ്റ് ജില്ലാ സർഗലയ സമിതിയുടെ കീഴിൽ മദ്രസ വിദ്യാർത്ഥികൾക്കായി ഖുർആൻ പാരായണ മത്സരം സംഘടിപ്പിച്ചു. മേഖലാ തല മത്സരം 2022 ഏപ്രിൽ 14 വ്യാഴം വളാഞ്ചേരി ഇസ്ലാമിക് സെന്ററിൽ വെച്ചു നടന്നു. 1, 2, 3 സ്ഥാനം നേടിയവർക്ക് മേഖലാ കമ്മിറ്റി ഉപഹാരം നൽകി. ഉറുദി മത്സരം. സത്യം, സമർപ്പണം, സാക്ഷാത്കാരം എന്ന പ്രമേയത്തിൽ റമദാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി മേഖല ത്വലബ കമ്മിറ്റി ദറസ് അറബിക് കോളേജ് വിദ്യാർത്ഥികൾക്കായി ഉറുദി മത്സരം സംഘടിപ്പിച്ചു. 2022 ഏപ്രിൽ 14-15 തീയതികളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയായിരുന്നു മത്സരം. 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് പ്രത്യേക സമ്മാനം നൽകി. ഇഫ്താർ മീറ്റ്. സത്യം, സമർപ്പണം, സാക്ഷാത്കാരം എന്ന പ്രമേയത്തിൽ വിശുദ്ധ റമദാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി മേഖല വിക്കായ വിങ്ങിന്റെ നേതൃത്വത്തിൽ വിക്കായ ആക്റ്റീവ് വിങ് സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. ഇഫ്താറിനു വേണ്ടി സേവനം ചെയ്തവർക്കും സഹായിച്ചവർക്കും പ്രത്യേക പ്രാർത്ഥനയും നിർവഹിച്ചു. ഇഫ്താർ ടെന്റ്. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മുഴുവൻ മേഖലാ കേന്ദ്രങ്ങളിലും നോമ്പുകാരായ യാത്രക്കാർക്ക് നോമ്പ് തുറക്കുവാനുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇഫ്താർ ടെന്റ് രൂപം കൊണ്ടത്. വളാഞ്ചേരി മേഖലയിൽ പൂക്കാട്ടിരിയിൽ 2 വർഷവും ഇഫ്താർ ടെന്റ് സജ്ജീകരിക്കാൻ മേഖലക്ക് സാധിച്ചു. പ്രത്യേകം പാക്ക് ചെയ്ത നോമ്പ് തുറ വിഭവങ്ങളും 1 ബോട്ടിൽ വെള്ളവുമാണ് വിതരണം ചെയ്തിരുന്നത്. ഓരോ വർഷവും 2000-ലധികം യാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ. സമസ്തയുടെ വ്യത്യസ്ത പോഷക ഘടകങ്ങളുടെ നേതാക്കളും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും ഇഫ്താർ ടെന്റ് സന്ദർശിക്കുകയും ചെയ്തു. അസ്വാഫ് വിദ്യാർത്ഥി സംഗമവും ഇഫ്താർ വിരുന്നും. സത്യം, സമർപ്പണം, സാക്ഷാത്കാരം എന്ന പ്രമേയത്തിൽ നടന്ന റമദാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി മേഖലാതല ക്യാമ്പസ് വിങ്ങിന്റെ കീഴിൽ അസ്വാഫ് എന്ന പേരിൽ വിദ്യാർത്ഥി സംഗമവും ഇഫ്താർ വിരുന്നും പൂക്കാട്ടിരി സഹചാരി സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു. അബ്ദുൽ ഫത്താഹ് ഹുദവി ക്ലാസിന് നേതൃത്വം നൽകി. മിദ്രാജ് മൂന്നാക്കൽ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മേഖല വിക്കായ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. യൂണിറ്റുകളിലേക്കുള്ള വിവിധ ഇനം തൈകൾ വിതരണോദ്ഘാടനം മുനിസിപ്പാലിറ്റി കൗൺസിലർ സിദ്ദീഖ് ഹാജി നിർവഹിച്ചു. കൂടാതെ എടയൂർ പ്രാഥമിക കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ പരിസര ശുചീകരണവും നടത്തി. ചെടികളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിച്ചു. മേഖലയിലെ വിക്കായുടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പദയാത്രയും നേതൃസംഗമവും. ചൂഷണമുക്ത ആത്മീയത, സൗഹൃദത്തിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ
മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ 2022 ജൂൺ 3 വെള്ളിയാഴ്ച പദയാത്രയും നേതൃസംഗമവും നടന്നു. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ കരിങ്കല്ലത്താണിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പദയാത്ര മേഖലാ സംഘടനാ ചരിത്രത്തിൽ തിളക്കമാർന്ന പ്രവർത്തനമായിരുന്നു. മഗ്‌രിബ് നമസ്കാര ശേഷം വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനീസ് ഫൈസി മാവണ്ടിയൂർ ഉദ്ഘാടനം നിർവഹിച്ചു. നാസർ ഫൈസി കൂടത്തായി വിഷയാവതരണം നടത്തി. സുബൈർ ഫൈസി മാവണ്ടിയൂർ, അലി റഹ്മാനി കരേക്കാട് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ റാലി. UP ഭരണകൂടം മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ വളാഞ്ചേരി പട്ടണത്തിൽ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ 2022 ജൂൺ 17 വെള്ളിയാഴ്ച പ്രതിഷേധ പ്രകടനം നടത്തി. വളാഞ്ചേരി കരിങ്കല്ലത്താണിയിൽ നിന്നും ആരംഭിച്ച് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനീസ് ഫൈസി മാവണ്ടിയൂർ പ്രതിഷേധ പ്രഭാഷണം നടത്തി. മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. റീവാമ്പ് സോണൽ ലീഡേഴ്സ് മീറ്റ്. ജില്ലാ ത്വലബ സമിതിയുടെ കീഴിൽ മേഖലാ തലങ്ങളിൽ നടക്കേണ്ട റീവാമ്പ് ലീഡേഴ്സ് മീറ്റ് മേഖലാ ത്വലബ സമിതിയുടെ കീഴിൽ ഫത്തുഹുൽ ഫത്താഹിൽ വെച്ച് നടന്നു. ബീരാൻകുട്ടി അൻവരി ഉദ്ഘാടനം നിർവഹിച്ച സംഗമം പ്രമുഖ ട്രെയിനറും കൗൺസിലറുമായ അബൂ സഹ്റ ഹൈത്തമി വിഷയാവതരണം നടത്തി. നിരവധി ത്വലബ വിദ്യാർത്ഥികൾ പങ്കെടുത്ത സംഗമത്തിൽ അമീർ ഹുദവി പൈങ്കണ്ണൂർ സംസാരിക്കുകയും ചെയ്തു. ക്ലസ്റ്റർ ലീഡ് കോൺ. സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ മേഖലാ ഭാരവാഹികളെയും ക്ലസ്റ്റർ ഭാരവാഹികളെയും ഉൾപ്പെടുത്തി ക്ലസ്റ്റർ ലീഡ് കോൺ 2022 ജൂൺ 17 അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രമുഖർ സംബന്ധിച്ച സംഗമത്തിൽ വിങ്ങുകളുടെ കീഴിൽ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. സത്യധാര പ്രചരണ ക്യാമ്പയിൻ. നിർവായനയുടെ കാൽനൂറ്റാണ്ട് എന്ന തലക്കെട്ടിൽ SKSSF മുഖപത്രമായ സത്യധാരയുടെ പ്രചരണ ക്യാമ്പയിനിന്റെ മേഖലാതല ഉദ്ഘാടനം 2022 ജൂൺ 26 പൂക്കാട്ടിരി സഹചാരി സെന്ററിൽ വെച്ച് നടന്നു. SYS കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ വരിക്കാരനായി ചേർന്നുകൊണ്ടായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. സമസ്ത സ്ഥാപക ദിനാചരണം 2022, 23 എന്നീ 2 വർഷങ്ങളിൽ ജൂൺ 26 സമസ്ത സ്ഥാപക ദിനത്തിൽ SKSSF മേഖലാ കമ്മിറ്റി സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. മൺമറഞ്ഞ മഹത്തുക്കളുടെ മക്ബറുകൾ സിയാറത്ത് നടത്തിയും സമസ്ത സന്ദേശ പ്രഭാഷണവും സംഘടിപ്പിക്കപ്പെട്ട സംഗമങ്ങളിൽ മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും യൂണിറ്റ് പ്രവർത്തകരും പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ പ്രസിഡന്റ് അസ്ഹരി തങ്ങളുടെ മക്കാമും ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ മക്കാമും സിയാറത്ത് ചെയ്തു. ട്രെൻഡ് സോണൽ സമ്മിറ്റ്. ജില്ലാ ട്രെൻഡ് സമിതിയുടെ കീഴിൽ മേഖലാ തലങ്ങളിൽ നടക്കുന്ന ട്രെൻഡ് സോണൽ സമ്മിറ്റ് 3/7/22 അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹിൽ വെച്ച് നടന്നു. ജില്ലാ വർക്കിംഗ് സെക്രട്ടറി റഹൂഫ് മാസ്റ്റർ വിഷയാവതരണം നടത്തി. ട്രെൻഡ് ജില്ലാ സമിതി അംഗങ്ങളും മേഖലാ ട്രെൻഡ് ഭാരവാഹികളും പങ്കെടുത്തു. സുപ്രഭാതം ഷോപ്പിംഗ് കോർണർ. സുപ്രഭാതം 9ാം വാർഷിക ക്യാമ്പയിനിന്റെ ഭാഗമായി SKSSF മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് 1 വർഷത്തേക്ക് പത്രം നൽകുന്ന പദ്ധതിയായ ഷോപ്പിംഗ് കോർണർ പദ്ധതി പൈങ്കണ്ണൂർ റിയ ഹോം സെന്റർ സ്ഥാപന ഉടമ ബഷീറിനെ വരിക്കാരനായി ചേർത്ത് നിർവഹിച്ചു. മർഹൂം സിദ്ദീഖ് ദാരിമി അനുസ്മരണം. വളാഞ്ചേരി മേഖലയിൽ SKSSF ശക്തിപ്പെടുത്തുന്നതിൽ നിസ്തുലമായ സേവനം ചെയ്ത് നമ്മെ വിട്ടുപിരിഞ്ഞ മർഹൂം സിദ്ദീഖ് ദാരിമി പുറമണ്ണൂർ അവറുകളുടെ 5ാം അനുസ്മരണ സദസ്സ് അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹിലും 6ാം അനുസ്മരണ സദസ്സ് വടക്കുംപുറം സമസ്ത സുന്നി സെന്ററിലും വെച്ച് നടന്നു. അനീസ് ഫൈസി മാവണ്ടിയൂർ, അലി റഹ്മാനി കരേക്കാട് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. സിദ്ദീഖ് ദാരിമിയുടെ സംഘടന പ്രവർത്തന മികവ് മറ്റു പ്രവർത്തകർക്ക് എന്തുകൊണ്ടും പ്രചോദനമായിരുന്നുവെന്ന് ഇരുവരും അനുസ്മരിച്ചു. നാഥൻ അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. തബ്സിറ ലീഡേഴ്സ് മീറ്റ്. മേഖലാ ഇബാദ് സമിതിയുടെ കീഴിൽ 2022 ജൂലൈ 21 വ്യാഴം 7 മണിക്ക് പൂക്കാട്ടിരി സഹചാരി സെന്ററിൽ വെച്ച് തബ്സിറ ലീഡേഴ്സ് മീറ്റ്
ഡിബേറ്റ് നടന്നു. നിരവധി ദാഇകൾ പങ്കെടുത്ത സംഗമത്തിൽ ഹലാവത്തുൽ ഈമാൻ എന്ന വിഷയത്തിൽ ഷൗക്കത്ത് ഹുദവിയും ഹലാവത്തു ദഅവ എന്ന വിഷയത്തിൽ റഫീഖ് ചെന്നൈ എന്നിവരും സംസാരിച്ചു. മികവിടം മേഖല അർദ്ധവാർഷിക എക്സിക്യൂട്ടീവ് ക്യാമ്പ് 2022 ജൂലൈ 28 പൂക്കാട്ടിരി കൗക്കബുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് ചേർന്നു. ബീരാൻകുട്ടി അൻവരി ഉദ്ഘാടനം ചെയ്ത ക്യാമ്പ് വെസ്റ്റ് ജില്ലാ നിരീക്ഷകൻ ഗഫൂർ പൊന്നാനി വിഷയാവതരണം നടത്തി. പെരുന്നാൾ പെരുമ സ്നേഹം, സഹനം, സമർപ്പണം എന്ന തലക്കെട്ടിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ദശദിന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിനിന്റെ ഭാഗമായി വിങ്ങുകളുടെ വ്യത്യസ്ത പരിപാടികൾ നടന്നു. ക്യാമ്പയിൻ സമാപനത്തിൽ ബലിപെരുന്നാൾ 1 കേരളത്തിൽ അറിയപ്പെട്ട ഗായകരെ അണിനിരത്തി വലിയകുന്ന് സമസ്ത കാര്യാലയത്തിൽ വെച്ച് ഇശൽ നൈറ്റും സംഘടിപ്പിച്ചു. ഫ്രീഡം സ്ക്വയർ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഇന്ത്യയെ വീണ്ടെടുക്കാം. SKSSF വളാഞ്ചേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം സ്ക്വയർ 2022 ഓഗസ്റ്റ് 15 പൂക്കാട്ടിരിയിൽ വെച്ച് നടന്നു. ഫ്രീഡം സ്ക്വയറിന്റെ ഭാഗമായി നടന്ന പ്രകടനം വൈകിട്ട് 4 മണിക്ക് മൂന്നാക്കൽ പള്ളി റോഡിൽ നിന്നും ആരംഭിച്ച് പൂക്കാട്ടിരി അങ്ങാടിയിൽ സമാപിച്ചു. സമാപന സംഗമത്തിൽ പ്രവർത്തകർ സ്ക്വയർ തീർത്ത് സമത്വ സുന്ദരമായ ഇന്ത്യയെ വീണ്ടെടുക്കാൻ 75ാം സ്വാതന്ത്ര്യ ദിനത്തെ സാക്ഷിയാക്കി പ്രതിജ്ഞ എടുത്തു. ഉദ്ഘാടനം കോട്ടക്കൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം SYS പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ നിർവഹിച്ചു. ഉസ്താദ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ, KMA റസാഖ് മുസ്ലിയാർ, VKK തങ്ങൾ പൈങ്കണ്ണൂർ, മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ, ജാഫർ പുതുക്കുടി, ബിനു മാസ്റ്റർ പൂക്കാട്ടിരി, മൊയ്തു എടയൂർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. ട്രെൻഡ് ടീം ഡ്രൈവ് മേഖല ട്രെൻഡ് സമിതിക്ക് കീഴിൽ 26/8/22 പൂക്കാട്ടിരി സഹചാരി സെന്ററിൽ വെച്ച് ടീം ഡ്രൈവ് ചേർന്നു. മേഖല പ്രസിഡന്റ് മുബശ്ശിർ ഫൈസി മാവണ്ടിയൂർ പ്രാർത്ഥന നിർവഹിച്ച സംഗമത്തിൽ ട്രെൻഡ് സെക്രട്ടറി നൗഫൽ പൂക്കാട്ടിരി വിഷയാവതരണം നടത്തി. ട്രെൻഡ് ചെയർമാൻ സഹൽ തങ്ങൾ പൈങ്കണ്ണൂരും കൺവീനർ ഷുഐബ് വാഫി മങ്കേരിയും സംസാരിച്ചു. ലോഗോ പ്രകാശനം SKSSF വളാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ ലോഗോ പ്രകാശനം 2022 സെപ്റ്റംബർ 3 അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹിൽ വെച്ച് നടന്നു. SKSSF സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു. ലോഗോ ക്രിയേറ്റ് ചെയ്ത SKSSF പൈങ്കണ്ണൂർ യൂണിറ്റ് പ്രവർത്തകൻ സയ്യിദ് സുബ്ഹാൻ തങ്ങൾക്ക് മേഖലാ കമ്മിറ്റി ഉപഹാരം നൽകി. ക്യാമ്പസ് യാത്ര പ്രചാരണം 2022 ക്യാമ്പസ് അധ്യയന വർഷ തുടക്കത്തിൽ ക്യാമ്പസ് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് മജ്ലിസ് ആർട്സ് കോളേജ് പുറമണ്ണൂർ, MES വളാഞ്ചേരി, സഫ കോളേജ് പൂക്കാട്ടിരി എന്നിവിടങ്ങളിൽ ക്യാമ്പസ് വിങ്ങിന്റെ കീഴിൽ ജ്ഞാനമുറ്റത്തേക്ക് നവാഗതർക്ക് സ്വാഗതം എന്ന ബോർഡ് സ്ഥാപിച്ചു. ബെല്ല് ഓർഗാനറ്റ് സ്കൂൾ SKSSF സംസ്ഥാന സമിതിയുടെ സംഘടനാ ശാക്തീകരണ വിഭാഗമായ ഓർഗാനറ്റ് സമിതിയുടെ നിർദ്ദേശപ്രകാരം മേഖലാ തലങ്ങളിൽ നടത്തപ്പെടുന്ന ബെല്ല് സംഘടനാ സ്കൂൾ പുറമണ്ണൂർ മജ്ലിസ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. രാവിലെ 9:30 SYS പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ പതാക ഉയർത്തി അസംബ്ലിയോട് കൂടി ആരംഭിച്ച സംഘടനാ സ്കൂൾ വൈകുന്നേരം 5 മണിവരെ നീണ്ടുനിന്നു. മിഠായി കടയും ഉച്ചഭക്ഷണവും വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയ സംഘടനാ സ്കൂൾ ഏറെ മനോഹരമായിരുന്നു. സംഘാടനം, സംഘാടകൻ, ശിക്ഷണം എന്നീ വിഷയങ്ങളിൽ സ്വാദിഖ് ഫൈസി താനൂർ, മിഥിലാജ് കിടങ്ങഴി, ഹൈദരലി വാഫി, സൈനുൽ ആബിദ് മാസ്റ്റർ കാളിക്കാവ് തുടങ്ങി സംസ്ഥാനത്തെ മികച്ച ട്രെയിനർമാർ ക്ലാസ് എടുത്തു. ലഹരിയോട് നോ പറയാം സൈൻ വാർ ക്യാമ്പസിൽ ഏറെ ശ്രദ്ധേയമായി. അനീസ് ഫൈസി മാവണ്ടിയൂർ, അലി റഹ്മാനി കരേക്കാട്, മറ്റു മേഖല ഭാരവാഹികളും നേതാക്കളും സംസാരിച്ചു. സർഗലയം 2022 കേരളീയ സമൂഹത്തിൽ യൗവന വിദ്യാർത്ഥി പ്രതിഭകളെ സന്മാർഗിക വിളനിലങ്ങളിലേക്ക് കലയുടെയും സാഹിത്യത്തിന്റെയും മാസ്മരിക ലോകത്തിലൂടെ വഴി നടത്തിയ പാരമ്പര്യമാണ് സർഗലയത്തിൻ്റെത്. വളാഞ്ചേരി മേഖലാ സർഗലയം 2022 നവംബർ 26, 27 എന്നീ 2 ദിവസങ്ങളിലായി നടന്നു. ഓഫ് സ്റ്റേജ് പ്രോഗ്രാമുകൾ കാവുംപുറത്തും സ്റ്റേജ് പ്രോഗ്രാമുകൾ പേരശന്നൂർ യമാമയിലും വെച്ച് നടന്നു. സർഗലയ പ്രചരണമായി പോസ്റ്റർ പ്രകാശനം, മാസ് സ്റ്റാറ്റസ് വീഡിയോ, തർഹീൽ ക്യാമ്പസ് യാത്ര, സ്ക്രാപ്പ് ചലഞ്ച്
എന്നീ പരിപാടികളും നടന്നു. 5 ക്ലസ്റ്ററുകളിൽ നിന്നായി 300-ൽ പരം മത്സരാർത്ഥികൾ മാറ്റുരച്ചു. കോട്ടക്കൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പേരശന്നൂർ മഹല്ല് പ്രസിഡന്റ് ഹമീദ് സാഹിബ് പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് യൂനുസ് ഫൈസി പ്രാർത്ഥനയും നിർവഹിച്ചു. കാൽപ്പാടുകൾ തേടി ഇൻസൈറ്റ് എന്ന പേരിൽ പുരാതന വസ്തുക്കളുടെ അപൂർവ ശേഖര എക്സിബിഷൻ സർഗലയ നഗരിയിൽ പ്രദർശിപ്പിച്ചു. ത്വലബ വിഭാഗത്തിൽ കാർത്തല മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ 1-ാം സ്ഥാനവും വളാഞ്ചേരി മർക്കസുൽ ഉലമാ ദർസ് 2-ാം സ്ഥാനവും CK പാറ ദാറുൽ ഉലൂം ദർസ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ജനറൽ വിഭാഗത്തിൽ 297 പോയിന്റ് നേടി എടയൂർ ക്ലസ്റ്റർ 1-ാം സ്ഥാനവും 216 പോയിന്റ് നേടി വടക്കുംപുറം ക്ലസ്റ്റർ 2-ാം സ്ഥാനവും 203 പോയിന്റോടെ വലിയകുന്ന് ക്ലസ്റ്റർ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വേദിയും ഭക്ഷണവും നൽകി ആതിഥ്യമരുളിയ പേരശന്നൂർ മഹല്ല് കമ്മിറ്റിക്ക് മേഖലാ കമ്മിറ്റി പ്രത്യേക ഉപഹാരം നൽകി. ജില്ലാ സർഗലയത്തിൽ ത്വലബ വിഭാഗത്തിൽ 1-ാം സ്ഥാനവും ജനറൽ വിഭാഗത്തിൽ 4-ാം സ്ഥാനവും വളാഞ്ചേരി മേഖലയ്ക്ക് നേടാനായത് മേഖലയുടെ സർഗ മികവായി കമ്മിറ്റി കാണുന്നു. തരംഗം വിജ്ഞാനം വിനയം സേവനം എന്നീ പ്രമേയത്തിൽ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന തരംഗം യൂണിറ്റ് കാരവൻ മേഖലയിൽ ചേനാടൻ കുളമ്പ് യൂണിറ്റിൽ നിന്നും തുടക്കം കുറിച്ചു. ജില്ലാ ട്രഷറർ നൌഷാദ് ചട്ടിപ്പടി വിഷയാവതരണം നടത്തി. അലി റഹ്മാനി കരേക്കാട്, അസ്കർ കരേക്കാട്, സുഹൈൽ പാലാറ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ എഡ്യൂകെയർ ഫണ്ട് ഉദ്ഘാടനവും നടന്നു. രാഷ്ട്രരക്ഷാ യാത്ര. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ SKSSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന 2022 മനുഷ്യജാലികയുടെ പ്രചരണാർത്ഥം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൾ റഷീദ് ശിഹാബ് തങ്ങൾ പാണക്കാട് നയിക്കുന്ന രാഷ്ട്രരക്ഷാ യാത്രക്ക് മേഖലയിൽ കുറ്റിപ്പുറത്തും വളാഞ്ചേരിയിലും 2023 മനുഷ്യജാലികയുടെ പ്രചരണ യാത്രക്ക് കുറ്റിപ്പുറം ടൗണിലും സ്വീകരണം നൽകി. കുറ്റിപ്പുറത്ത് VKK തങ്ങൾ പൈങ്കണ്ണൂരും വളാഞ്ചേരിയിൽ മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലിത്തിങ്ങലും ഉദ്ഘാടനം നടത്തി. മേഖലാ കമ്മിറ്റിയും ക്ലസ്റ്റർ കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും ജാഥ നായകന് ഹാരാർപ്പണം നടത്തി. ഹൈക്കോൾ ദൈക്ഷണിക വിദ്യാർത്ഥിത്വം നൈതിക സംവേദനം എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി മേഖലാ ക്യാമ്പസ് വിങ്ങിന്റെ കീഴിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി 2022 സെപ്റ്റംബർ 10-ന് അത്തിപ്പറ്റ ഫത്ഹുൽ ഫത്താഹിൽ ഹൈക്കോൾ ഹയർ സെക്കൻഡറി കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഡോക്ടർ ഷാഹുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത ട്രെയിനർ സ്വാദിഖ് ഫൈസി പന്താരങ്ങാടി ക്ലാസിന് നേതൃത്വം നൽകി. സ്നേഹപൂർവം സുപ്രഭാതം. സുപ്രഭാതം വാർഷിക ക്യാമ്പയിനിന്റെ ഭാഗമായി SKSSF കമ്മിറ്റിക്ക് കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പത്രം എത്തിക്കുന്ന പദ്ധതിയായ സ്നേഹപൂർവം സുപ്രഭാതം പദ്ധതിയുടെ മേഖലാതല ഉദ്ഘാടനം 2022 ഓഗസ്റ്റ് 19-ന് പൈങ്കണ്ണൂർ ALP സ്കൂൾ ലീഡർ മുഹമ്മദ് അൻഷിഫിന് പത്രം നൽകി ബീരാൻകുട്ടി അൻവരി പൈങ്കണ്ണൂർ നിർവഹിച്ചു. ആനുവൽ ക്യാബിനറ്റ്. വളാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ 1-ാം വാർഷിക കൗൺസിൽ മീറ്റ് 2023 ഫെബ്രുവരി 2-ന് വ്യാഴം പൂക്കാട്ടിരി കൗക്കബുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്നു. SYS കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി മാസ്റ്റർ മുഖ്യ അതിഥിയായി. 1 വർഷത്തെ റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു പാസാക്കി. കൺവെൻഷൻ സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ അവകാശ നിഷേധങ്ങൾക്കെതിരെ SKSSF കളക്ട്രേറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം 2023 ഫെബ്രുവരി 28 ചൊവ്വാഴ്ച 7 മണിക്ക് പൂക്കാട്ടിരിയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. തസ്കിയ ആത്മീയ സംഗമം. മേഖലാ ഇബാദ് സമിതിയുടെ കീഴിൽ തസ്കിയ ആത്മീയ സംഗമം 2023 മാർച്ച് 17-ന് വെള്ളിയാഴ്ച കാലത്ത് അത്തിപ്പറ്റ ഫത്ഹുൽ ഫത്താഹിൽ വെച്ച് നടന്നു. സമദ് ഫൈസി കുരുവമ്പലം ക്ലാസിന് നേതൃത്വം നൽകി. നൈറ്റ് മാർച്ച്. വിദ്യാഭ്യാസ അവഗണനയ്ക്കെതിരെ എക്കാലത്തും സമരമുഖം തുറന്ന പ്രസ്ഥാനമാണ് SKSSF. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളുടെ ഉപരിപഠന നിഷേധത്തിനെതിരെ 2023 ജൂൺ 5 തിങ്കളാഴ്ച 7 PM-ന് വളാഞ്ചേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ പെട്രോൾ പമ്പിന്റെ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് വഴി പെരിന്തൽമണ്ണ റോഡ് വഴി ജംഗ്ഷനിൽ സമാപിച്ചു. അഡ്വക്കേറ്റ് റൌഫ് കരിങ്കല്ലത്താണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഐഡിയൽ കോൺഫറൻസ്. മേഖല ഐഡിയൽ കോൺഫറൻസ് 2023 ജൂൺ 11-ന് ഞായറാഴ്ച പൂക്കാട്ടിരി കൗക്കബുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്നു.
അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ ഉദ്ഘാടനം നിർവഹിച്ചു. 2 സെഷനുകളിലായി കോൺഫറൻസ് സജ്ജീകരിച്ചു. പരിപാടിയിൽ സംഘടന, സംഘാടനം, സംഘാടകൻ എന്നീ വിഷയങ്ങളിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈസി കൊടുമുടി ക്ലാസിന് നേതൃത്വം നൽകി. 2ാം സെഷനിൽ കർമ്മസാഫല്യത്തിൻ്റെ 3.5 പതിറ്റാണ്ട് എന്ന വിഷയത്തിൽ SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് മുഖ്യപ്രഭാഷണം നടത്തുകയും മേഖലാ ക്ലസ്റ്റർ യൂണിറ്റ് തലങ്ങളിൽ നടപ്പിലാക്കേണ്ട കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനവും കൂടാതെ മുഖദ്ദസ് എന്ന പേരിൽ 35ാം വാർഷിക ഉപഹാരമായി സഹപ്രവർത്തകന് മേഖലാ കമ്മിറ്റി വീടൊരുക്കുന്നതിൻ്റെ പ്രഖ്യാപനവും നടത്തി. അറഫാ ദിന പ്രാർത്ഥനാ സംഗമം മേഖലാ ഇബാദ് സമിതിയുടെ കീഴിൽ 2023 ജൂൺ 28 ബുധനാഴ്ച അറഫാ ദിനത്തിൽ കൊളമംഗലം അസ്ഹരി തങ്ങൾ മക്കാം പരിസരത്ത് പ്രാർത്ഥനാ സംഗമം നടത്തി. മഹല്ല് പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ കോയത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മദ് അലി ദാരിമി കരേക്കാട് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വിജിലന്റ് വിക്കായ സത്യം സ്വത്തം സമർപ്പണം SKSSF 35ാം വാർഷികത്തിന്റെ ഭാഗമായി 35,000 വിജിലന്റ് വളണ്ടിയർമാരെ സമൂഹത്തിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി വളാഞ്ചേരി മേഖലാ തലത്തിൽ വിജിലന്റ് വിക്കായ രജിസ്ട്രേഷൻ ഉദ്ഘാടനം നടന്നു. വളാഞ്ചേരി മേഖലാതല രജിസ്ട്രേഷൻ ഉദ്ഘാടനം 2023 ജൂലൈ 15 വളാഞ്ചേരിയിൽ വെച്ച് നിർവഹിച്ചു. ലിഖാ യൂണിറ്റ് പര്യടനം 35ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ മുന്നോടിയായി യൂണിറ്റ് ശാക്തീകരണം എന്ന ലക്ഷ്യത്തോടെ 2023 ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 15 വരെ യൂണിറ്റ് പര്യടനം നടത്തി. സസ്നേഹം സത്യധാര സമർപ്പണം വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ജൂൺ 1 മുതൽ 30 വരെ സംസ്ഥാന വ്യാപകമായി ആചരിച്ച സസ്നേഹം സത്യധാര സമർപ്പണ ക്യാമ്പയിൻ വളാഞ്ചേരി മേഖലയിൽ നടന്നു. മേഖലാതല ഉദ്ഘാടനം 2023 ജൂൺ 18 പുറമണ്ണൂർ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ വെച്ച് സയ്യിദ് കുഞ്ഞിമോൻ തങ്ങൾ നിർവഹിച്ചു. ജാമിയ ഇസ്ലാമിയ ഫണ്ട് ശേഖരണം SKSSF മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ മഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ജാമിയ ഇസ്ലാമിയക്ക് വേണ്ടി 2 വർഷങ്ങളിലും മേഖലാ തലത്തിൽ ഫണ്ട് സമാഹരണം നടന്നു. 2022 ജാമിയ ഇസ്ലാമിയ ഫണ്ട് ശേഖരണോദ്ഘാടനം SKSSF സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. SKSSF 35ാം വാർഷിക സ്വാഗത സംഘം രൂപീകരിച്ചു. സത്യം സ്വത്തം സമർപ്പണം എന്ന പ്രമേയത്തിൽ SKSSF 35ാം വാർഷിക പരിപാടികൾക്ക് വേണ്ടിയുള്ള സ്വാഗത സംഘ രൂപീകരണം വളാഞ്ചേരി മേഖലയിൽ 21/7/23 വെള്ളിയാഴ്ച കാലത്ത് 7 മണിക്ക് പൂക്കാട്ടിരി സഹചാരി സെന്ററിൽ മേഖലാ പ്രസിഡന്റ് മുബഷിർ ഫൈസിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. മലപ്പുറം വെസ്റ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുബൈർ ഫൈസി മാവണ്ടിയൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗത സംഘ ചെയർമാനായി അനീസ് ഫൈസി മാവണ്ടിയൂർ, വൈസ് ചെയർമാൻമാരായി സുബൈർ ഫൈസി മാവണ്ടിയൂർ, മുബഷിർ ഫൈസി, ജനറൽ കൺവീനറായി അസീസ് പുറമണ്ണൂർ, ജോയിന്റ് കൺവീനർ ജബ്ബാർ പൂക്കാട്ടിരി, റിയാസ് പൂക്കാട്ടിരി എന്നിവരെയും ട്രഷററായി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ കരേക്കാട് എന്നിവരെയും തെരഞ്ഞെടുത്തു. മേഖലാ സെക്രട്ടറി അസീസ് പുറമണ്ണൂർ സ്വാഗതവും ട്രഷറർ മുസ്തഫ പൈങ്ങണ്ണൂർ നന്ദിയും പറഞ്ഞു. തൻലീഫ് വിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി മേഖലാ വിക്കായ സമിതിയുടെ കീഴിലായി പള്ളി, മദ്രസ, ദീനി സ്ഥാപനങ്ങളിൽ ശുചീകരണം നടത്തി. മേഖലാതല ഉദ്ഘാടനം 2023 മാർച്ച് 19 ഞായറാഴ്ച പൂക്കാട്ടിരിൽ വെച്ച് നടന്നു. തജാലുസ് സ്വീകരണം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ക്ലസ്റ്റർ തലങ്ങളിലേക്ക് നടത്തിയ ക്ലസ്റ്റർ പര്യടനം തജാലുസ് വളാഞ്ചേരി മേഖലയിൽ 2023 സെപ്റ്റംബർ 17 2 കേന്ദ്രങ്ങളിലായി നടന്നു. വളാഞ്ചേരി, വലിയകുന്ന്, കുറ്റിപ്പുറം എന്നീ ക്ലസ്റ്ററുകളെ ഉൾപ്പെടുത്തി വളാഞ്ചേരി ട്രൂത്ത് വേ ക്യാമ്പസിലും എടയൂർ, വടക്കുംപുറം ക്ലസ്റ്ററുകളെ ഉൾപ്പെടുത്തി അധികാരിപ്പടി തമ്രീനുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലുമാണ് സ്വീകരണം ഏർപ്പെടുത്തിയത്. ആഡ് ഓൺ ക്യാമ്പയിൻ പുതിയ യൂണിറ്റുകൾക്ക് അംഗീകാരം നൽകുന്ന ആഡ് ഓൺ ക്യാമ്പയിൻ വളാഞ്ചേരി മേഖലയിൽ നടന്നു. കുറ്റിപ്പുറം ക്ലസ്റ്ററിലെ പാണ്ഡികശാല യൂണിറ്റ് 2023 ഓഗസ്റ്റ് 25 പുതിയതായി രൂപീകരിച്ചു. മേഖലാ പ്രസിഡന്റ് മുബഷിർ ഫൈസി മാവണ്ടിയൂർ, സൈദലവി പൈങ്ങണ്ണൂർ പങ്കെടുത്തു. ബാലാരവം സത്യം സ്വത്തം സമർപ്പണം SKSSF 35ാം വാർഷികത്തിന്റെ ഭാഗമായി യൂണിറ്റ് തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന ബാലാരവം മേഖലാതല ഉദ്ഘാടനം 2023 സെപ്റ്റംബർ 10 പുറമണ്ണൂർ യൂണിറ്റിൽ വെച്ച് നടന്നു. മേഖലാ സെക്രട്ടറി അസീസ് പുറമണ്ണൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത ട്രെയിനർ ഷാക്കിർ മുഹമ്മദ് ഫൈസി വിഷയാവതരണം നടത്തി. V1 അസംബ്ലി
രാഷ്ട്രശില്പികൾ സ്വപ്നം കണ്ട ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് വിദ്യാർത്ഥി യുവജനങ്ങളുടെ സാംസ്കാരിക സദസ്സ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മേഖലാ കേന്ദ്രങ്ങളിൽ നടന്നു. വളാഞ്ചേരി മേഖലാതല V1 അസംബ്ലി പുറമണ്ണൂരിൽ വെച്ച് സംഘടിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് മുബഷിർ ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു. ട്രെൻഡ് വിദ്യാഭ്യാസ സമ്മേളനം, ജ്ഞാന പ്രസരണത്തിന്റെ അടയാളപ്പെടുത്തലുകൾ. 2023 സെപ്റ്റംബർ 9 കണ്ണൂരിൽ വെച്ച് നടന്ന ട്രെൻഡ് ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിലേക്ക് മേഖലയിൽ നിന്നും ട്രെൻഡ് എഡ്യൂക്കേറ്റർമാരെയും വിദ്യാഭ്യാസ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ സാധിച്ചു. സുരക്ഷാ ഭിത്തി നിർമ്മിച്ചു. മേഖലാ വിഖായ സമിതിയുടെ കീഴിലായി 2023 ഒക്ടോബർ 20 പൈങ്കണ്ണൂരിലെ നെൽപ്പാടത്ത് നെൽകൃഷിക്ക് സംരക്ഷണമായി സുരക്ഷാ ഭിത്തി നിർമ്മിച്ചു. 120ഓളം ഏക്കർ വരുന്ന പാടശേഖരത്തിലെ നെൽകൃഷിയിലേക്ക് തോട്ടിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം നെൽകർഷകർക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് മേഖലാ വിഖായ സമിതിയുടെ കീഴിൽ 20ലധികം പ്രവർത്തകർ പാടത്തേക്കിറങ്ങി സുരക്ഷാ ഭിത്തി നിർമ്മിച്ചത്. വിഖായ സംസ്ഥാന സമിതി അംഗം ജബ്ബാർ പൂക്കാട്ടിരി, മേഖലാ പ്രസിഡന്റ് മുബഷിർ ഫൈസി, ട്രഷറർ മുസ്തഫ പൈങ്കണ്ണൂർ, വിഖായ പ്രവർത്തകരായ ഷൗക്കത്ത് അധികാരിപ്പടി, സൈദലവി പൈങ്കണ്ണൂർ, ഫിറോസ് പൈങ്കണ്ണൂർ, നൌഷാദ് വളാഞ്ചേരി, ആഷിഖ് പൂക്കാട്ടിരി, മറ്റു യൂണിറ്റ് പ്രവർത്തകരും പങ്കെടുത്തു. എക്സലന്റ് ലീഡേഴ്സ് മീറ്റ്, സത്യം സ്വത്തം സമർപ്പണം. SKSSF 35ാം വാർഷികത്തിൻ്റെ ഭാഗമായി യൂണിറ്റ് ക്ലസ്റ്റർ മേഖലാ തലങ്ങളിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെ വിശദീകരിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് ക്ലസ്റ്റർ മേഖലാ ഭാരവാഹികളുടെ സംഗമം എക്സലന്റ് ലീഡേഴ്സ് മീറ്റ് 2023 ഒക്ടോബർ 21 വളാഞ്ചേരി ബുസ്താനുൽ ഉലൂം മദ്രസയിൽ വെച്ച് നടന്നു. പടർപ്പ് പോസ്റ്റർ പ്രകാശനം. സത്യം സ്വത്തം സമർപ്പണം എന്ന പ്രമേയത്തിൽ നടക്കുന്ന SKSSF 35ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി മേഖലാ തലത്തിൽ നടക്കുന്ന പടർപ്പ് നിശ ക്യാമ്പിൻ്റെ പോസ്റ്റർ പ്രകാശനം 2023 ഒക്ടോബർ 26 അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹിൽ വെച്ച് SKSSF സംസ്ഥാന ട്രഷറർ സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി നിർവഹിച്ചു. പടർപ്പ് നിശ ക്യാമ്പ്, സത്യം സ്വത്തം സമർപ്പണം. SKSSF 35ാം വാർഷികത്തിൻ്റെ ഭാഗമായി മേഖലാ തലങ്ങളിൽ നടത്തപ്പെടുന്ന പടർപ്പ് നിശ ക്യാമ്പ് 2023 നവംബർ 9 അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹിൽ വെച്ച് നടന്നു. SYS കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ ഉദ്ഘാടനം നിർവഹിച്ചു. ആദർശം, ആത്മീയത, സംഘടന, പിറവി പ്രയാണം, ടീം ബിൽഡപ്പ് എന്നീ വിഷയങ്ങളിൽ SYS പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനീസ് ഫൈസി മാവണ്ടിയൂർ, SKSSF ട്രെൻഡ് നാഷണൽ ഫെലോ അഷ്റഫ് മലയിൽ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. അദാലത്ത് 2023 സംഘടനാ രംഗം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസവും ഉത്തരവാദിത്ത ബോധവും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി 2 വർഷത്തിൽ ഒരിക്കൽ SKSSF സംസ്ഥാന കമ്മിറ്റി നടത്തപ്പെടുന്ന അദാലത്ത് വളാഞ്ചേരി മേഖലയിൽ നവംബർ 8 വലിയകുന്ന് സംസ്ഥ കാര്യാലയത്തിൽ വെച്ച് നടന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശില്പശാല. നേരിൻ്റെ കൊടി പിടിക്കാം 2024-26 വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൻ്റെ മുന്നോടിയായി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശില്പശാല സംഘടിപ്പിച്ചു. വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി റഹ്മാനി കരേക്കാട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മേഖലാ IT കോർഡിനേറ്റർ ഇബ്രാഹിം ഫൈസി വിഷയാവതരണം നടത്തി. ജില്ലാ പ്രവർത്തന ഫണ്ട്. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം യൂണിറ്റുകളിൽ നടത്തപ്പെടുന്ന പ്രവർത്തന ഫണ്ട് ശേഖരണത്തിൻ്റെ മേഖലാതല ഉദ്ഘാടനം വലിയകുന്ന് സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് 2023 ഒക്ടോബർ 26 നടന്നു. അംഗത്വ പ്രചരണകാലം മേഖലാതല ഉദ്ഘാടനം. നേരിൻ്റെ കൊടി പിടിക്കാം എന്ന പ്രമേയത്തിൽ SKSSFൻ്റെ 2024-26 വർഷത്തെ മെമ്പർഷിപ്പ് ചേർക്കൽ ഉദ്ഘാടനം SKSSF വെസ്റ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുബൈർ ഫൈസി മാവണ്ടിയൂർ, മർക്കസ് ഉലമ ദർസ് വിദ്യാർത്ഥി സയ്യിദ് ജുറൈജ് ബ അലവി തങ്ങളെ അംഗമാക്കി നിർവഹിച്ചു. SKSSF വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി റഹ്മാനി കരേക്കാട്, മേഖലാ പ്രസിഡന്റ് മുബഷിർ ഫൈസി, ജനറൽ സെക്രട്ടറി അസീസ് പുറമണ്ണൂർ, ട്രഷറർ മുസ്തഫ പൈങ്കണ്ണൂർ കൂടാതെ മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. കഴിഞ്ഞ 2 വർഷക്കാലയളവിൽ മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ ചെറുതും വലുതുമായ 100ഓളം പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ.
കൂടെ നിന്ന സഹപ്രവർത്തകർ, സബ് കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ ക്ലസ്റ്റർ യൂണിറ്റ് ഭാരവാഹികൾ, പ്രവർത്തകർ, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളുമായി കൂടെ നിന്നവർ, സാമ്പത്തിക സഹായം നൽകിയവർ, മാനസിക പിന്തുണയേകിയവർ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാഥൻ നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ. തുടർന്നും പ്രസ്ഥാനത്തോടുള്ള നിങ്ങളുടെ സഹകരണവും പിന്തുണയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ റിപ്പോർട്ട് ഈ സദസ്സ് മുമ്പാകെ സമർപ്പിക്കുന്നു.